ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു CLF പ്രൊഫൈൽ സൃഷ്ടിക്കും. CLF ID ഇവിടെ ലോഗ് ചെയ്തിട്ടുണ്ട്. ഒരു HiDL SHG, WO, CLF എന്നീ 3 റോളുകളും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മെനു ബാറിൽ പോയി റോൾ മാറ്റി CLFയിലേക്ക് മാറാനും കഴിയും. ആദ്യം നിങ്ങൾ SHG പ്രൊഫൈൽ സൃഷ്ടിച്ചതുപോലെ പിന്നീട് WO പ്രൊഫൈൽ സൃഷ്ടിച്ചു. ഇപ്പോൾ നിങ്ങൾ CLF പ്രൊഫൈൽ സൃഷ്ടിക്കും. എന്റെ CLF ബുക്ക് കീപ്പർക്ക് CLF റോൾ മാത്രമേ ഉള്ളൂ എന്നതിനാൽ ഞാൻ ഇവിടെ CLF IDയിൽ ലോഗിൻ ചെയ്തിരിക്കുന്നു. അങ്ങനെ CLF ID ലോഗ് ചെയ്തു. ഈ രീതിയിൽ ഭാഷ പരിശോധിക്കാൻ കഴിയും. മെനു ബാർ ഇതാ, നിങ്ങൾക്ക് ബുക്ക് കീപ്പറുടെ പേര് കാണാൻ കഴിയും. CLFന്റെ എണ്ണം 0 ആണെന്ന് തോന്നുന്നു. CLF പ്രൊഫൈൽ സിൻക്രൊണൈസേഷനിൽ പോയി നിങ്ങൾ CLF ഡൗൺലോഡ് ചെയ്യണം. നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടേക്കാം. ഇവിടെ 6 ടാബുകളൊന്നുമില്ല. 2 ടാബുകൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. കാരണം ഇടപാട് ടാബ്. രണ്ടാം ഘട്ടത്തിൽ ബാക്കിയുള്ള 4 ടാബുകൾ ഉപയോഗിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. രണ്ടാം ഘട്ടം ഇടപാടുകളുടേതായിരിക്കും. SHയുടെയും വ്യൂയുടെയും ഇടപാടുകൾ മൊബൈലിൽ രേഖപ്പെടുത്തും. CLF ഇടപാടുകൾ റെക്കോർഡ് വെബ്പേജിലാണ് നടക്കുന്നത്. ഇവിടെ അധിക ടാബുകളൊന്നും കാണുന്നില്ല. പ്രൊഫൈൽ സൃഷ്ടിക്കുന്നതിന് CLFഉം CLF പ്രൊഫൈൽ സിൻക്രൊണൈസേഷനും മാത്രമേ ദൃശ്യമാകൂ. അപ്പോൾ നമുക്ക് CLF പ്രൊഫൈൽ സിൻക്രൊണൈസേഷനിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് 2 ബട്ടണുകൾ കാണാൻ കഴിയും. ഡൗൺലോഡും അപ്ലോഡും ഒന്നുതന്നെ. ഇവിടെ 4 ബട്ടണുകളുണ്ട്. അംഗീകാരനില, ലോക്ക് തുറക്കാൻ പ്രവർത്തിക്കുന്ന. നിങ്ങളുടെ ഡാറ്റ വിജയകരമായി അപ്ലോഡ് ചെയ്തോ ഇല്ലയോ എന്ന് അപ്ലോഡ് സ്റ്റാറ്റസ് നിങ്ങളോട് പറയും. പൂർണ്ണ ഡാറ്റ ഡൗൺലോഡ് ചെയ്തതിനുശേഷം നിങ്ങളുടെ ഡാറ്റ നിങ്ങൾക്ക് നൽകുന്നു. മാസ്റ്റർ ഡാറ്റ നിങ്ങളുടെ എല്ലാ ഡാറ്റയും ഡൗൺലോഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പൂർണ്ണമായ ഡാറ്റ ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ കംപ്ലീറ്റ് ഡേറ്റയിൽ ക്ലിക്ക് ചെയ്യും. ഡാറ്റ ഡൗൺലോഡ് ചെയ്തു. നമ്മൾ തിരികെ പോകും. നമ്മുടെ CLFകളിൽ ഒന്ന് ഇവിടെ ഡൗൺലോഡ് ചെയ്യപ്പെടും. നന്ദി.